സുഹൃത്തുക്കളെ, ഇതൊരു യാത്രയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് നാം പടിയിറങ്ങിപ്പോന്ന കലാലയത്തിൻ്റെ കവാടത്തിലൂടെ ഒരു മടക്കയാത്ര. കുറേ വർഷങ്ങൾ നാം ഇവിടെ ഉണ്ടായിരുന്നു. അപരിചിതരായി വന്ന് ചിരപരിചിതരായി തുടരുന്ന നമ്മൾ കുറേ പേർ. ബിരുദം നേടാൻ ബസ്സിറങ്ങിയത് HMD ജംഗ്ഷനിൽ. കരിവണ്ടുകളെപ്പോലെ കാത്തുകിടക്കുന്ന ഓട്ടോ കൂട്ടങ്ങൾ. 2 രൂപ വീതം പിരിവിട്ട് 3 പേർ ചേർന്ന് നാം അതിലൊന്നിനെ കടം കൊണ്ടപ്പോൾ കേരളത്തിൽ ആദ്യമായി ഷെയർ ഓട്ടോ സമ്പ്രദായം നിലവിൽ വന്നു. ഇന്ന് ഊബറും ഓലയും പോലുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ കാർ പൂളിംഗ് പോലുള്ള സമ്പ്രദായങ്ങൾ കഷ്ടപ്പെട്ട് നടപ്പിലാക്കുമ്പോൾ അവരുണ്ടോ അറിയുന്നു നാം ഇതെത്ര നിസ്സാരമായി പണ്ടേ നടപ്പിലാക്കിയവരാണെന്ന്. ഓട്ടോ യാത്ര കോളേജിൻ്റെ കവാടം വരെ മാത്രം. അവിടെ നമ്മെ സ്വീകരിക്കാൻ നിറഞ്ഞ പുഞ്ചിരിയോടെ ഉന്തുവണ്ടിയിൽ പുസ്തകങ്ങളും ചുണ്ടിൽ ബീഡിക്കരയുമായി എല്ലാവരും ബുക്കിക്ക എന്ന് വിളിച്ചിരുന്ന പുസ്തക കച്ചവടക്കാരനുണ്ടായിരുന്നു. ഇക്ക, താങ്കളുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണെന്ന് ഞങ്ങൾ അറിയുന്നത് മാസങ്ങൾക്ക് മുമ്പ് മാത്രമിറങ്ങിയ ദിനപത്രത്തിലെ ചരമക്കോളത്തിൽ നിന്നാണ്. അച്ചടിച്ച അറിവിനെ ചെറിയ ലാഭത്തിന് വിറ്റുമടങ്ങിയ താങ്കൾ ജീവിതത്തിൽ എന്ത് നേടിയെന്നറിയില്ല. പക്ഷേ നീല പെയിൻ്റ് അടിച്ച ആ കൊച്ചു സ്റ്റൂളിൽ ഇക്കയോടൊപ്പം വന്നിരിക്കാത്തവർ ആ കലാലയത്തിൽ ഉണ്ടായിരുന്നിരിക്കുമോ? 30 വർഷക്കാലം സെൻറ് പോൾസ് കോളേജിന് മുമ്പിൽ മാറ്റങ്ങളൊന്നുമില്ലാതെ ഒറ്റനിൽപ്പ് നിന്ന ബുക്കിക്കയെ യുഗപുരുഷൻ എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് വിളിക്കാനാവുക? ഗേറ്റ് കടന്നാൽ പെൺകുട്ടികൾ വലതുവശത്തേക്ക്, അവരുടെ മാത്രം വിശ്രമസ്ഥലം. അവിടുത്തെ പുൽത്തകടിയിൽ നടന്നും നിന്നും ഇരുന്നും അവർ കിനാവ് കണ്ടു. നേരെ നടന്നു നീങ്ങിയ സുന്ദരന്മാർക്ക് അവർ മാർക്കിട്ടു. പ്രണയമടക്കം പറഞ്ഞു. കാമുകന്മാരെ തേടുന്ന മനസ്സുകളുടെ സംഗമസ്ഥാനമായിരുന്നു അത്. ചിലർ നേടി, ചിലർ കൈവിട്ട് കളഞ്ഞു. ഒടുവിൽ ഫസ്റ്റ് ബെല്ലിനു ശേഷം മാത്രം കോളേജിലേക്ക് മന്നം നടന്നു നീങ്ങിയ തരുണികൾ സത്യത്തിൽ സ്നേഹം വിളമ്പി കാത്തിരുന്ന പ്രേമഭിക്ഷുക്കളെ നിരാശരാക്കുകയായിരുന്നു. സെൻറ് പോൾസിൽ ആൺശാപം ഏറെ ഏറ്റുവാങ്ങിയത് അവിടെ അങ്ങനെ പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു വിശ്രമസ്ഥലം രൂപകൽപ്പന ചെയ്ത ആൾക്കായിരിക്കണം. കലാലയത്തിലേക്ക് അടുത്താലോ പഴയ പാട്ടിൻ്റെ ഈരടികൾ പോലെ തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ മരം. സമരങ്ങളും സംഘർഷങ്ങളും ഗൂഢാലോചനകളും അവിടെ ഉത്ഭവം കൊണ്ടു. മീറ്റ് ദ കാൻഡിഡേറ്റ്സും യൂണിയൻ ഇനോഗ്രേഷനും ആർട്സ് ഫെസ്റ്റിവലും കോളേജ് ഡേയും എല്ലാം മറ്റാരെയേക്കാൾ ഉത്തരവാദിത്വത്തോടെ ഏറ്റു നടത്തിയത് ആ മരമായിരുന്നു. കാരണം എല്ലാ ചടങ്ങിൻ്റെയും സ്റ്റേജിൻ്റെ ഒരു കാൽ ആ വൃക്ഷമായിരുന്നു. തിരഞ്ഞെടുപ്പിൽ തോറ്റവർക്കും പ്രണയം നിഷേധിക്കപ്പെട്ടവർക്കുമൊക്കെ ആ തണൽ ഒരു ആശ്വാസമായി നിന്നു. ഒരുപാട് പേരുടെ അമ്മമരം, സങ്കടത്തോടെ പറയട്ടെ, ഇന്നതവിടെ ഇല്ല. 3 വർഷം ഒരേ ക്ലാസ് മുറിയിൽ ഇരുന്നു നാം. അതൊരു അപൂർവ ബഹുമതിയായിരുന്നു. അതിനനുവാദം ചോദിച്ചു ചെന്നപ്പോൾ പ്രിയപ്പെട്ട ഐസക് സാറിൻ്റെ കണ്ണുകളിൽ കൗതുകം. ക്ലാസ് മുറികൾ തടവറകളെന്ന് പ്രസംഗിച്ചു നടക്കുന്ന വിപ്ലവ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവൻ ഒരേ ക്ലാസ് മുറിയിൽ 3 വർഷവും തുടർന്നോട്ടെ എന്ന് ചോദിച്ചതിലെ വൈരുദ്ധ്യമോർത്തിട്ടാവാം പതിവ് ഗൗരവവും കൗതുകത്തിന് വഴിമാറിയത്. തട്ടും തലോടലും ഒരേ കൈകൊണ്ട് തന്നെ തന്ന ബഹുമുഖ പ്രതിഭയായിരുന്ന അധ്യാപകൻ. ഐസക് സാറിൻ്റെ കാലഘട്ടത്തിലാണ് സെൻറ് പോൾസിൽ പഠിച്ചിരുന്നത് എന്നത് നമുക്കൊരു അഭിമാനമായിരുന്നു. നീണ്ടുനിന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾക്കൊടുവിൽ ഒരാശ്വാസം പോലെ മരണം അദ്ദേഹത്തെ പുൽകി. വേദനയോടെ സാറിൻ്റെ ഓർമ്മകളെ നമുക്കൊപ്പം കൂട്ടാം. മാറി മാറി വന്ന അധ്യാപകർ. സുന്ദരനായ വിക്ടർ സർ, തേപ്പ് കമ്പനിയുടെ പരസ്യം പോലെ ചുളിവ് വീഴാത്ത പാൻറ്റും ഷർട്ടും ധരിച്ചെത്തിയിരുന്ന ടൈറ്റസ് സർ, ആഢ്യനായ സ്റ്റീഫൻ സർ, പേടിയോടെ വന്ന് ആശ്വാസത്തോടെ മടങ്ങിയ ലോറൻസ് സർ, ആരെയും വേദനിപ്പിക്കാത്ത നിർദോഷിയായ ജൂഡ് സർ, അങ്ങനെ എത്രയോ പേർ. പക്ഷേ നമ്മൾ കാത്തിരുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമായിരുന്നു. സിരകളിൽ അഗ്നിയായി പടർന്ന ശോഭന ടീച്ചർ. ടീച്ചറിൻ്റെ നനുത്ത നാവിൽ നിന്ന് ഉതിർന്നു വീണ ഹിന്ദി കഷ്ണങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങി നാം. ഒടുവിലൊരു മണിനാദത്തിൽ ടീച്ചർ ക്ലാസ് നിർത്തി മടങ്ങുമ്പോൾ പെട്ടെന്ന് ആഹാരം നഷ്ടപ്പെട്ട നായ്ക്കുട്ടികളെപ്പോലെ നാക്ക് നീട്ടി വെള്ളമൂറിയിരുന്ന ലിൻസൺ, ദാസ്, നവീൻ, റോമൻ, ഇല്ല പട്ടിക തീരുന്നില്ല. നിഷ്കാമ കർമ്മനായ ഫെസി പോലും ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേ എന്നടക്കം പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. ശോഭന ടീച്ചറെ ആരാധിച്ച ആൺകുട്ടികളെ ക്ലാസ്സിലെ സുന്ദരിമാർ ശിക്ഷിച്ചത് സുന്ദരനായ വിക്ടർ സാറിനെ സ്വപ്നം കണ്ടായിരുന്നു.
തീരാത്ത സംശയങ്ങളുമായി വിക്ടർ സാറിനെ വട്ടമിട്ട് പറന്ന സിന്ധുവും സജിതയും ജൂലിയും തനൂജയുമെല്ലാം ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ ഡെബിറ്റിനും ക്രെഡിറ്റിനും ഇടയിൽ ഒരു എൻട്രിക്കിടം കൊടുക്കാതെ വിക്ടർ സാർ മുങ്ങിയപ്പോൾ സുന്ദരിമാർക്ക് ആകെ നിരാശ. ഇനി ഓർത്തെടുക്കാനുള്ളത് പ്രണയങ്ങൾ. എല്ലാം പറയാൻ നേരമില്ലാത്തതിനാൽ പറയാതെ പോയ ഒരു പ്രണയം മാത്രം ഇവിടെ പറയാം. പ്രേമേ, നിന്നെ റോമൻ സ്നേഹിച്ചിരുന്നു. ഏതെങ്കിലും ഒരു തുരുത്തിൽ നീ നടങ്ങി നിന്നിരുന്നെങ്കിൽ അവൻ്റെ പ്രേമം അവൻ വെളിപ്പെടുത്തിയേനെ. പക്ഷേ മതയാനയെപ്പോലെ കാടിളക്കി നടന്നിരുന്ന നിന്നെ തളയ്ക്കാൻ റോമൻ എന്ന പാപ്പാനായില്ല. റോമനിത് പ്രണയ നൈരാശ്യത്തിൻ്റെ 25ാം വാർഷികം കൂടിയാണ്. എന്തിനേയും നിലനിർത്തുന്നത് ഓർമ്മകളാണ്. ആ നല്ല ഓർമ്മകളുടെ കെട്ടുപാടിലാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ചൂറ്റുപാത്രത്തിലൂടെ പങ്കുവയ്ക്കപ്പെട്ട സൗഹൃദം, ഇന്നത്തെ തലമുറയ്ക്കന്യമായ ലാളിത്യം, വസ്ത്രത്തിലും ഒതുക്കത്തിലും. ഉച്ചയ്ക്ക് ശേഷം മെലിയുന്ന ക്ലാസ് മുറികൾ, കോളേജ് മുതൽ HMD ജംഗ്ഷൻ വരെയുള്ള 1 കിലോമീറ്റർ നടന്നു തീർക്കാൻ 1.5 മണിക്കൂർ. ആർക്കും പിരിയാൻ ഇഷ്ടമില്ലായിരുന്നു. ജോസേട്ടൻ്റെ ചായയും പപ്സും ലാസ ഐസ്ക്രീമും മണപ്പാട്ടി സെൻറ്ററിലെ കൈവരികളുമെല്ലാം കൂട്ടുകെട്ടിൻ്റെ ഇടത്താവളങ്ങളായിരുന്നു. ഇന്നത്തെ കുട്ടികളെപ്പോലെ ഒറ്റയ്ക്ക് നടക്കുന്നവരായിരുന്നില്ല നാം. കാരണം നമ്മുടെ കയ്യിൽ സമൂഹത്തെ കൊന്ന് ജീവിതം വ്യക്തി കേന്ദ്രീകരിച്ച മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. നമുക്കിന്ന് ആപ്പിളും ബ്ലാക്ക്ബെറിയും എല്ലാം വെറും പഴങ്ങൾ മാത്രമായിരുന്നു. ഇനി അധികം ഓർക്കാനില്ല. പറഞ്ഞ പേരുകളേക്കാൾ പ്രാധാന്യമുള്ളവരാണ് പറയാനുള്ളവർ. അല്ലെങ്കിലും വീട്ടുകാര്യത്തിൽ പേരുകൾക്ക് എന്ത് സ്ഥാനം? ഈ ഒത്തുചേരൽ എത്രയോ വലിയ ശ്രമത്തിൻ്റെ ഫലമാണ് എന്നോർക്കുമ്പോൾ അതിനായി എല്ലാം മാറ്റിവെച്ച് പ്രയത്നിച്ച ഡെൽഫിനും ബാബുവിനും സൈറസിനും ബിവിനും ലിഷയ്ക്കും ബിന്ദു ജോസിനുമെല്ലാം നമുക്ക് നന്ദി പറയാം. എന്നിട്ട് വീണ്ടും ഒരു ഒത്തുചേരലിൻ്റെ സാധ്യത പരിശോധിക്കാം. ഇത്തവണ വരാൻ കഴിയാതെ പോയ വിരലിലെണ്ണാവുന്നവരെ കൂടെ കൂട്ടാൻ നമുക്ക് പ്രത്യേകമായി കരുതാം. പക്ഷേ എത്ര കരുതിയാലും എത്ര വിളിച്ചാലും വരാത്തവനായി മാറി വിജയൻ. മരണമടഞ്ഞിട്ടും ആശുപത്രി വിടാൻ അവനെന്നും കൂട്ടാക്കിയിട്ടില്ല. അതവന് മാത്രമേ സാധിക്കൂ. മെഴുകുതിരി ഏന്തിയ മാലാക മൃതികവാടത്തിനരികെ നിൽക്കുന്നത് കണ്ടപ്പോഴേ അവൻ തീരുമാനിച്ചു, ഒരു മരണാനന്തര സാധ്യത പോലെ തൻ്റെ ശരീരം പഠനോപാധിയാക്കാൻ. ദാർശനികനായ ഒരു നല്ല സഖാവിൻ്റെ അമരത്വത്തിലേക്ക് നയിച്ച തീരുമാനം. ആ നല്ല സുഹൃത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ നമുക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഈ കാൽപ്പനിക യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാം വീണ്ടും ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അതിനു മുമ്പ് ഒരു ചോദ്യം. ഈ യാത്രയിൽ കലാലയത്തിലെ കളിമൺ പാതയിൽ പതിവായി പതിയുന്ന 10,000-കണക്കിന് കാലടിപ്പാടുകൾക്കിടയിൽ വേറിട്ടൊരു പാദമുദ്ര നിങ്ങൾക്ക് കാണാനായില്ലേ? അത് നിങ്ങളുടേതായിരുന്നില്ലേ?